എന്താ മണം കണ്ടോ, നമ്മളിതാ കണ്ടോ പൊറാട്ടൊക്കെ കണ്ടില്ലേ, എന്താ അടിപൊളി. ഈ ചൂടുള്ള പൊറാട്ട ഇതിനും കൂടി കൂട്ടി കഴിച്ചാലുണ്ടല്ലോ എന്ത് ടേസ്റ്റ് ആയിരിക്കും എന്നറിയാം. വായയിൽ വെള്ളം പൊട്ടുന്നു സത്യം പറയുന്നതിന്. എന്താ ഹലോ അസ്സലാമു അലൈക്കും, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമ്മളൊരു നാടൻ റെസിപ്പിയാണ്, പക്ഷെ അടിപൊളി ടേസ്റ്റാ, ഒരു രക്ഷയില്ല. ഓക്കെ, ഇതുണ്ടല്ലോ എന്താ ഒരു പൊറാട്ടയും കൂട്ടിയിട്ട് അങ്ങോട്ട് കഴിച്ചാണ്ടല്ലോ അല്ലാ. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്തായാലും കഴിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് കിഴിമത്തി വിത്ത് പൊറാട്ട. കിഴിമത്തിയാണ് മെയിനായിട്ട്, പൊറാട്ട മാത്രമല്ല കപ്പ പൂളയും വെച്ചാൽ അടിപൊളിയാണ്, എന്തിനും അടിപൊളിയാണ്. അപ്പം ഒന്നും നോക്കുന്നില്ല, എങ്ങനെയാ നമുക്ക് തയ്യാറാക്കാൻ നോക്കാം. അപ്പം ഇതാ നമ്മുടെ കിഴിമത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ കുഞ്ഞമ്മത്തിയാണ് എടുത്തത്. ഒരു 22 എണ്ണം പോലെ ഉണ്ട്, ഒരു 3/4 കിലോ മത്തി ഉണ്ട്. ഓക്കെ, ഇതാ നന്നായിട്ട് വരങ്ങി കൊടുത്തിട്ടുണ്ട്, ഇതുപോലെ വരങ്ങി കൊടുക്കണേ. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. എന്താ ഇനി നമ്മൾ മീനിലേക്ക് പുരട്ടാൻ വേണ്ടിയിട്ട് ഒരു മസാല ഉണ്ടാക്കണം. അതിന് ഞാൻ എന്താ ഒരു 7-8 വെളുത്തുള്ളി, ഒരു 8 നല്ല എരിവുള്ള പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്. ഇത് തന്നെ ഇപ്പം നിങ്ങളുടെ അടുത്ത് ചീരാമുളകില്ലേ, കാന്താരി മുളക്, അതുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ പച്ച കുരുമുളക് ഉണ്ടെങ്കിൽ അതുമാണ് കേട്ടോ നല്ലത്. നമ്മളെ ഉണങ്ങാത്ത പച്ചമുളകില്ലേ, അതാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാകുക കേട്ടോ. എനിക്കിപ്പോൾ അത് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. ഓക്കെ, ഇത്രയും നമ്മൾ ഈ പച്ചമുളകും ഇഞ്ചിയും ഒക്കെ അല്ലേ, ഇത് നമ്മൾ ചെറിയ മിക്സിന്റെ ജാറിലിട്ട് അരയ്ക്കുക. അതോടൊപ്പം തന്നെ ഇതാ 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ്. നല്ല എരിവുണ്ടാവും, അപ്പം എരിവ് കുറഞ്ഞ ഒരു കളറിന് വേണ്ടി ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തത്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ മീനിലൊക്കെ ആവശ്യമുള്ള ഉപ്പും. ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഞാൻ മിക്സിന്റെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കട്ടെ. ഇതാ ഞാൻ നന്നായിട്ട് പേസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നേ. അപ്പൊ ഞാൻ ഇതിന്റെ പകുതി ഇതാ ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കുകയാണേ. പകുതി നമ്മൾ മീനിൽ പുരട്ടുന്നുള്ളൂ, പകുതി നമ്മുടെ ഇതിന്റെ ഒരു മസാല ഉണ്ടാക്കുന്നുണ്ട് ഇതിൽ ചേർക്കാനാണ്. ഇനി ഈ പകുതി ഞാൻ മീനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കട്ടെ. ഇതിപ്പോ കൈ വെച്ച് പുരട്ടുന്ന നല്ലത്, നല്ല എരിവുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ഇത്തിരി കയ്യിൽ വെളിച്ചെണ്ണ തടവിയാൽ എരിയൂല കൈ. ഓക്കെ, ഇതാ മീനിലേക്ക് നന്നായി ഉള്ളിലൊക്കെ തേച്ച് പിടിപ്പിച്ചു കൊടുക്കണേ. നന്നായി പിടിച്ചുകൊണ്ട് ഇനി ഞാൻ ഒരു 15 മിനിറ്റ് വരെ മാറ്റി വെക്കട്ടെ. ഇതാ ഇനി നമ്മുടെ മീനില്ലേ നമുക്ക് പൊരിച്ചെടുക്കാം. ഇത് നന്നായി പൊരിഞ്ഞു വരുത് കേട്ടോ, എന്ന് വെച്ചാൽ ഉണങ്ങിപ്പോരുത്. 2 ഭാഗവും വേവിച്ചെടുത്താൽ മാത്രം മതിയേ, മുരിഞ്ഞു വരുത്. ഓക്കെ, ഞാൻ എന്താ ഒരു ഫ്രൈ പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ തന്നെ വേണേ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല, നമ്മൾ ഇതേ വെളിച്ചെണ്ണയിലാണ് മസാല ഉണ്ടാക്കുക കേട്ടോ. അപ്പൊ ഞാൻ പൊരിച്ചെടുക്കട്ടെ. ഇതാ ഞാൻ എല്ലാ മീനും ഇട്ട് ഞാൻ ഒരു ഭാഗം ഒന്നായി മറ്റേ ഭാഗവും തിരിച്ചിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കട്ടെ കേട്ടോ. ഇതാ ഞാന് നമ്മളെ മത്തി പൊരിച്ചു കോരിട്ടോ, ഈ ഒരു രൂപത്തിലെ ആവാവേ മുരിഞ്ഞു വരുത്. കാരണം ഇതാ കണ്ടോ മസാല ഒക്കെ ഇതിന്റെ മുകളിൽ പിടിച്ചിട്ട് അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇതിലധികം മുരിയരുതേ. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. ഇതിവിടെ മാറ്റിയേക്കാം. ഇതാ നമുക്ക് മസാല ഉണ്ടാക്കാം. മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ട് നമ്മൾ നേരത്തെ മീൻ പൊരിച്ച അതേ വെളിച്ചെണ്ണ തന്നെ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ എക്സ്ട്രാ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 വലിയ സവാള നല്ല തിന്നായിട്ട് കനം കുറച്ച് ചെറുതായിട്ട് മുറിച്ചിട്ടതാണ്. കൂടെ കുറച്ച് കരിവേപ്പില എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 25 ചെറിയുള്ളി ഞാൻ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് 2 കൂടി വലിയുള്ളിയും ചെറിയുള്ളിയും നമുക്ക് നന്നായിട്ട് ഈ വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കണേ. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ട് അതിലേക്ക് ഇതാ ഒരു 10-12 മണി ഉലുവ ഇട്ട് കൊടുക്കട്ടെ. ഇനി നമുക്ക് നമ്മളെ ചെറിയുള്ളി ആദ്യം ചേർത്ത് കൊടുക്കാം, എന്നിട്ട് നമുക്ക് വലിയുള്ളിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതാ വലിയ സവാളയും ചേർത്ത് കൊടുക്കട്ടെ. ഒരു 2 കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടെ കേട്ടോ. നമുക്ക് പെട്ടെന്ന് വഴന്നിട്ടാൻ വേണ്ടിയിട്ട് ഇത്തിരി ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്കില്ലേ നമ്മൾ നേരത്തെ മാറ്റി വെച്ച മസാലക്കൂട്ടില്ലായിരുന്നോ മീനിൽ തേച്ച, അത് ഞാൻ ചേർത്ത് കൊടുക്കട്ടെ. വേറെ വെളുത്തുള്ളി ഇഞ്ചി ഒന്നും ചേർക്കുന്നില്ല, ഇതിലെല്ലാം ഉണ്ടല്ലോ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ. അത് ചേർത്ത് കൊടുത്തിട്ട് പച്ചമണം മാറുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം കേട്ടോ. ഇതാ നമ്മൾ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം മസാലയൊക്കെ പച്ചമണമൊക്കെ മാറിയിട്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇതാ ഒരു 1/2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി, ഇതില്ലെങ്കിൽ 1 ടീസ്പൂണ് സാദാ മുളക് പൊടി ഇട്ടോളൂ. പിന്നെ ഒരു നുള്ള് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ നോക്കിയിട്ട് മഞ്ഞൾപ്പൊടി,
പിന്നെ ഇതും അതേപോലെ എരിവൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ 1 ടീസ്പൂണ് കുരുമുളക് പൊടി നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ. എരിവിനനുസരിച്ച് നമ്മൾ നല്ല മസാല നല്ല എരിവുണ്ട്, അപ്പം നോക്കിയിട്ട് ഇതിനനുസരിച്ച് ചെയ്യേ. ഇതാ പൊടികളൊക്കെ വഴറ്റി എണ്ണൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 കപ്പ് ഉണ്ട്. ഇതാ ഈ ഒരു വലുപ്പത്തിലുള്ള പുളി, ഇതാ വാളംപുളി എടുത്തിട്ട് 1/2 കപ്പ് വെള്ളത്തിൽ കുതിർത്തിയാണേ. നിങ്ങൾക്ക് പുളി ഇതിപ്പോൾ വളരെ ലൈറ്റ് പുളിയേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ ചേർക്കട്ടോ. പുളി ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഞാനിപ്പോൾ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. തിരിയുളിയൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇതാ ഇനി ഞാൻ ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കട്ടെ. ഇവിടെ കുറച്ച് ഉപ്പും ചേർക്കണ്ട കേട്ടോ. നമ്മൾ ആ ഉള്ളി വഴറ്റിയ സമയത്ത് മാത്രമല്ല ചേർത്തുള്ളൂ. ഇനി ഈ തക്കാളിയൊക്കെ ഒന്ന് നന്നായി ഉടഞ്ഞു ഇതൊക്കെ ഒന്ന് കൂടി ഒന്ന് വെന്ത് വരട്ടെ. നമുക്കൊന്ന് അടിച്ച് വെച്ച് വേവിക്കും. ഇതാ നമ്മളെ മസാല ഒക്കെ നന്നായി വെന്തുണ്ട്, തക്കാളിയൊക്കെ ഒടിഞ്ഞ് ചേർന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇതാ ഒരു 3 ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണേ. ഇത് ഒഴിക്കുമ്പോൾ നമ്മൾ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഒരു 2-3 ടേബിൾ സ്പൂണേ ഉള്ളേ. എന്നിട്ട് ഈ മസാല നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് ഒക്കെ ഒന്ന് നോക്കട്ടോ, ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഒക്കെ നോക്കാം ആ വെന്ത സമയത്ത് എരിവും ഉപ്പൊക്കെ നോക്കി വേണമെങ്കിൽ ഇത്തിരി കുരുമുളകൊക്കെ ചേർത്ത് കൊടുക്കണേ. ചേർത്ത് കൊടുക്കേ ഒന്നുകൂടി ഒന്നൊന്ന് കുറിക്കോട്ടെ. ഇതാ നമ്മൾ മസാല റെഡി ആട്ടോ. ഇനിയിപ്പോൾ ഞാൻ എന്താ ഈ പുളിയും ഉപ്പും എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു തുള്ളി പഞ്ചസാര, ഒരു പിഞ്ച് പഞ്ചസാര ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്താട്ടോ. നമ്മുടെ മസാല റെഡിയാണ്. ഇനി നമുക്ക് നമ്മളെ കിഴി ഉണ്ടാക്കാം. അതിനിതാ ഞാനൊരു ബൗള് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എന്താ ഒരു വാഴയിലാണ്, വാഴയില നടുക്ക് മുറിച്ചിട്ട് ഒന്ന് ഇതിലേക്ക് അങ്ങ് പ്രസ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ അതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. കണ്ടോ? അപ്പം അത് ആ ബൗളിലേക്ക് അങ്ങ് ഇറങ്ങി നിന്ന് ഇനി ഇവിടെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആദ്യം തന്നെ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മളെ മസാല അല്ലേ അത് ഇത്തിരി ഇട്ടിട്ട് ഒന്നൊന്ന് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം കേട്ടോ, ഒരു റൗണ്ടിൽ. ഇനി നമ്മളെ മീനില്ലേ, നമ്മളെ മീനിൻ്റെ ഒരു പകുതി എണ്ണ എടുത്തിട്ട് ഇതിൽ വെച്ച് കൊടുക്കുക. ഈ മസാലയിലേക്ക് അങ്ങ് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പം നമ്മൾ 2 കിഴിയാണ് കിട്ടുന്നത്. അതാ ഞാൻ പറഞ്ഞ പകുതി മീനെന്ന്. ഇതാ നമ്മൾ മീനിട്ട് ഇനി അതിൻ്റെ മേലേക്ക് നമ്മളെ മസാല ആ മീനിനങ്ങ് കവർ ചെയ്തിട്ട് കൊടുക്കാം. ഇതാ ഞാൻ മീനെ കവർ ചെയ്തിട്ടോ മസാല. ഇനി കുറച്ച് കരിവേപ്പില തൂക്കി കൊടുക്കുക അതിൻ്റെ മേലെ, അങ്ങനെ ഒന്ന് പിച്ചിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 2-3 പച്ചമുളകും. ഇനി ഇതാ ഞാൻ ഒരു 2 പൊറാട്ടിൻ്റെ മേലെ വെച്ചെടുക്കുകയാണേ. ഇത് ഓപ്ഷണൽ ആട്ടോ, വേണമെങ്കിൽ ചെയ്താൽ മതി, പക്ഷെ വെച്ചാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇതാ 2ാമത്തെ പൊറാട്ടയും വെക്കുകയാണേ. ഇതാ 2 എണ്ണം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വെച്ചാൽ നല്ലതാട്ടോ, അത് പക്ഷെ വെക്കണമെന്നൊരു നിർബന്ധമില്ലേ. ഇപ്പോൾ കപ്പൻ്റെ കൂടെയാണ് നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ഒരു 3 ആൾക്കൊക്കെ കഴിക്കാൻ നല്ലോണം ഉണ്ടാവും കേട്ടോ, കൂടുതൽ പൊറാട്ട കൂടെ ഒക്കെ കൂട്ടിയിട്ടേ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കിഴി പോലെ കെട്ടിയെടുക്കാം. ഇതാ ഈ ഇതുപോലെ വാഴൻ്റെ നാരെണ്ണാണേ, അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് കെട്ടിയെടുക്കാം. ഇതാ നമ്മളൊരു കിഴിവിട റെഡിയാണ്. കണ്ടോ? കെട്ടി. ഇതാ ഇനി ഇതുപോലെ ഒന്നുകൂടി ഉണ്ട് കേട്ടോ. ഈ മസാല മീനൊക്കെ പകുതി ഉണ്ടല്ലേ, അപ്പം അതുപോലെ തന്നെ അടുത്തോട് ഞാൻ ചെയ്തെടുക്കട്ടെ. ഇതാ നമ്മുടെ 2 കിഴിവിട റെഡിയാണേ. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. വേവിക്കല്ല, ഒന്ന് പൊരിച്ചെടുക്കാം. ഇതാ ഞാൻ നമ്മൾ ചോറൊക്കെ വെക്കുന്ന ഒരു കുറച്ച് കുഴിയില്ലേ ചീനച്ചട്ടിയാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. നമ്മളെ പൊരിക്കുന്നൊക്കെ നല്ല കട്ടിയുള്ള ചീനച്ചട്ടി വെക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. ഇപ്പൊ 2 എണ്ണം ഉള്ളതുകൊണ്ട് ഞാനിതാ ഒരു കുഴിയുള്ള പാത്രം വെച്ച് കുറച്ച് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാനിതാ ഒരു വാഴൻ്റെ ഇല വെച്ച് കൊടുക്കുകയാണേ. വെച്ചാൽ ഡയറക്റ്റ് വെളിച്ചെണ്ണയിൽ വെച്ചാൽ കരിഞ്ഞു, അപ്പോൾ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആദ്യം വാഴൻ്റെ ഇല വെച്ചാൽ വാഴൻ്റെ ഇലേ കരിയുള്ളൂ. ഇനി നമ്മൾ കിഴി 2 ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. ഇനി ഇത് ഞാൻ അടിച്ചു വെക്കുകയാണേ. ആവി പുറത്തു പോകാത്തൊരു പാത്രത്തിൽ ഏതിലും നിങ്ങൾക്ക് വെക്കട്ടോ. ഇനിയിപ്പോൾ ഇതാ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 15 മിനിറ്റ് വെക്കട്ടെ. ഇതാ 15 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഒരു 10 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചിട്ടോ. അത് ആവിയിൽ കിടന്ന് ഒന്നുകൂടി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് അപ്പോൾ അത് തുറന്ന് നമുക്കിത് മാറ്റാം. ഇതാ 2 കിഴി നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. എന്താ മണം,
കണ്ടോ നമ്മളിതാ കണ്ടോ പൊറാട്ടൊക്കെ കണ്ടില്ലേ, എന്താ അടിപൊളി. ഈ ചൂടുള്ള പൊറാട്ട ഇതിനും കൂടി കൂട്ടി കഴിച്ചാലുണ്ടല്ലോ എന്ത് ടേസ്റ്റ് ആയിരിക്കും എന്നറിയാം. വായയിൽ വെള്ളം പൊട്ടുന്നു സത്യം പറയുന്നതിന്. എന്താ നമ്മൾ ഈ മത്തിക്ക് ഒരു പ്രത്യേക ചോയ ഉണ്ടാവില്ലേ, ചിലർക്ക് മത്തിന്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലല്ലോ, പക്ഷെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ, ഒരിക്കലും ആ ഒരു ചോയ ഉണ്ടാവില്ല, നല്ല ടേസ്റ്റാ. നമ്മൾ ട്രൈ ചെയ്തതാ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അടിപൊളി ടേസ്റ്റാണ്. കണ്ടല്ലോ നന്നായിട്ടുണ്ട് കേട്ടോ. ആ മത്തിയിലേക്കൊക്കെ നമ്മൾ മസാല അങ്ങോട്ട് പിടിച്ച് കണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഇതെനി ഇങ്ങനെ നമ്മളെ പൊറാട്ടൻ്റെ ഒരു പീസും കൂട്ടി അങ്ങോട്ട് കഴിച്ചാൽ മാത്രം മതി. ഇത് നിങ്ങൾക്ക് കപ്പൻ്റെ കൂടെയും കഴിക്കട്ടെ. ഇതേപോലെ ഞാനിപ്പോൾ പൊറാട്ടിൻ്റെ മേലെ വെച്ചെന്നേ ഉള്ളൂ. മേലെ ഇങ്ങനെ വെക്കുമ്പോൾ എന്താണെന്നറിയാം, ഇതിൻ്റെ ആവിയും മസാലയൊക്കെ തട്ടിയിട്ട് അതിന് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നെ ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പം ഞങ്ങൾ ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് തീർക്കട്ടെ, കാത്തിരിക്കാനുള്ള ക്ഷമല്ല. ഓക്കെ, അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.